നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ഒട്ടും ചെറുതല്ല. ഒരുപക്ഷേ സിനിമയിൽ ഇത്രയധികം ചർച്ചയായിപ്പെടുന്ന ഇത്രയധികം താരങ്ങൾ ആരോപണ വിധേയരായ ഒരു വിഷയം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഒരുപാട് പ്രതികരണങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായുള്ളത്. മറ്റാരുമല്ല, കഴിഞ്ഞ 44 വർഷമായി സിനിമാ രംഗത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന ശ്രീ പല്ലിശ്ശേരി സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എന്നും വിവാദങ്ങൾ ഒപ്പമുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നും വിവാദങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ പ്രമുഖ താരങ്ങൾ പോലും ലൈംഗിക അപവാദങ്ങളിൽ പെടുന്നു. ഈ പറഞ്ഞതുപോലെ നടിമാർ തുടർച്ചയായി വന്ന് പറയുന്നു. ഓരോ ദിവസം ഞങ്ങളിവിടെ ന്യൂസ് ഫ്ലോറിൽ കാത്തിരിക്കുകയാണ്, അതായത് ആരൊക്കെയാണ് ഇന്ന് വരുന്നത് എന്നുള്ളത്. ഇത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇതിനു മുൻപ് ഈ മേഖല കടന്നു പോയിട്ടുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ? എല്ലാ രംഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അവിടെ പീഡനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിക്കും അത് ചെറിയൊരു ശതമാനമേ വരുന്നുള്ളൂ. ഈ സത്യത്തിൽ സിനിമ തുടങ്ങിയ കാലത്ത് മുതൽ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാറുണ്ട്. ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് പേര് പറയാൻ മടിയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ ജോഡിയായിട്ട് അഭിനയിച്ച് പ്രേംനസീറും ഷീലയാണെന്ന് ആലോചിക്കണം. ആ ഷീലയും പ്രേംനസീറും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് പഴയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. നസീർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ചത് ഷീലയാണ്, എൻ്റെ ഭാര്യയല്ല. അത്തരം സിനിമകളായിരുന്നുള്ളതാണത്. അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു പറഞ്ഞു, അവസാനം തെറ്റിപ്പിരിഞ്ഞു. അവർ ബന്ധശത്രുക്കളായി മാറിയെന്ന് ആലോചിക്കണം. പിന്നീട് അവർ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് സിനിമയിൽ പ്രണയം ഉണ്ടാവാറുണ്ട്, പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് ശാരീരിക ബന്ധം പുലർത്താറുണ്ട്. സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വാർത്തകളൊന്നും പുതുമയില്ല. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് സിനിമയിലെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എൻ്റെ 44 ഇതിൻ്റെ ജീവിതമുണ്ട് സിനിമയിൽ. അപ്പോൾ ആ സിനിമയിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമല്ല. ഉദാഹരണം ദിലീപിൻ്റെ കേസ് തന്നെ വന്നില്ലേ? ആ ദിലീപിൻ്റെ കേസ് ഇത്രയും വന്നു, ഞാൻ നിങ്ങളുടെ ചാനലൊക്കെ വന്നിട്ടുള്ളതാണ്. ശരിക്കും എനിക്കെതിരാരും കേസ് കൊടുത്തിട്ടില്ലല്ലോ. അല്ല, ആ വാർത്ത സത്യസന്ധത ഉണ്ടായിരിക്കണം. ആ വാർത്ത തന്നത് ദിലീപിൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് ആലോചിക്കണം. പക്ഷേ ഞാനൊരു പ്രോമിസ് ഉണ്ട്, എനിക്ക് ഒരാളുടെയും പേര് ഞാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല, പറയൂല്ല. അതെന്നെ ഒരിക്കലും വരത്തില്ല. കാരണം എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തോ. പക്ഷെ എന്നെ വിശ്വസിച്ചു ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന താരങ്ങളുടെ പേര് പറയാൻ മടിയില്ല. എനിക്ക് മടിയില്ല. പക്ഷെ എന്താ പറയുക, ഞാൻ സത്യമാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ താങ്കളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നടക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കമ്മീഷൻ വന്നത് എപ്പോഴാണ്? 6 വർഷം മുമ്പോട്ടുള്ളതാണെന്ന് ആലോചിക്കണം അല്ലേ? 6 വർഷം മുമ്പ് ഇവിടെ സിനിമയുണ്ട്. 6 വർഷം മുമ്പോട്ട് സിനിമയിൽ എല്ലാവരും ബന്ധപ്പെടാറുണ്ട്. ആരോപണവുമായി രംഗത്ത് വന്നവരാരും പ്രമുഖ നടിമാരാരുമല്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള. ഞാൻ അങ്ങനെ പറയാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ പറയാൻ ചെറുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നടികളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ കേസിന് പോകണ്ടേ? കേസിന് പോയില്ലെങ്കിൽ അതിലെ വിശ്വാസയോഗ്യത കുറയില്ലേ? നമ്മൾ അത് ആലോചിക്കേണ്ടതാണത്. ഇപ്പം രഞ്ജിത്ത് രാജിവെച്ചു, ഇഷ്ടമില്ലാതെ രാജിവെച്ചത്. സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നു. ഇനി പലരും രാജിവെക്കും, ഉറപ്പാണ്. ഇനി രാജിവെക്കും പലരും. അങ്ങനെ ഒരു പീഡനങ്ങൾ ശരിക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അറിവിൽ പീഡനങ്ങളല്ല, 2 ശരീരങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത് പ്രക്രിയ. ഈ 2 ശരീരങ്ങൾ നടക്കുന്ന പ്രക്രിയ 2 പേര് എൻജോയ് ചെയ്യുന്നില്ലേ? 2 പേരും എൻജോയ് ചെയ്യാത്തൊരു കാര്യമാണ് എങ്കിൽ അതൊരു പീഡനം തന്നെയാണ്. അല്ല, ഇത് നിവൃത്തിയില്ലാതെ വഴങ്ങേണ്ടി വന്നു, ബലമായി പിടിച്ചു, അതായത് മുറിയിൽ പൂട്ടിയിട്ടു. ഈ പറഞ്ഞ പോലെ സിദ്ദിഖിനെതിരെയൊക്കെയുള്ള ആരോപണം അങ്ങനെയാണ്. ആ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന നിവൃത്തിയില്ലാതെ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം സമ്മതപൂർവ്വമല്ല. താങ്കൾ സമ്മതത്തോടെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ അതൊരു ന്യായമുണ്ട്. വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ഈ പറഞ്ഞ റേപ്പെന്നോ ബലാത്കാരമെന്നോ. എൻ്റെ മുന്നിൽ ഇപ്പോൾ സിദ്ദിഖോ ആ പേരുകളല്ല, ഞാൻ കോമൺ ആയിട്ട് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അവരന്ന് വേണ്ട, പിറ്റേ ദിവസം പറയാലോ.
പീഡനവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. ഒരുപാട് കേസുകൾ നമ്മൾ സാറി പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ കേസ്, ഇപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു, ലോഹിദാസിനെതിരെ വന്നു, സിനിമാ രംഗത്ത് വിജയബാബുവിനെതിരെ പരാതി. പക്ഷേ ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ, ഈ കേസുകൾക്കും മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു? ഈ പ്രതികളായ ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? ഇരകൾ സമൂഹത്തിൽ നിഷ്കാസിതരായി പോയി എന്നതിനപ്പുറം എന്ത് സംഭവിച്ചു? അത് കറക്റ്റാണ് ശരിക്കും. അതാ സംഭവിച്ചു. ഇപ്പോൾ വരുമ്പോൾ ഇതിപ്പോൾ വരാൻ കാരണം എന്താ പറയുക, ഈ നടി പീഡന കേസ് മാത്രമാണത്. അതും WCC എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടാണത്. അപ്പോൾ WCC അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ അതിന് മുമ്പ് WCC ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നടി പീഡന കേസ് വാനിഷ് ചെയ്തു പോയല്ലേ ശരിക്കും? മുഖ്യമന്ത്രിയെ ഉന്നതങ്ങളിൽ അവർ തന്നെയാണ് ഇപ്പോൾ, അവർ പ്രതിസ്ഥാനത്ത് വരെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം. അവർ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, അയ്യോ ഈ കേസ് പോയി എന്നറിയില്ലേ. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി കുറച്ച് സംഘം കലാകാരികൾ വന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട്, പിന്നെ വളരെ സ്പീഡപ്പ് ചെയ്തില്ലേ. അതിൻ്റെ ആ സ്പീഡപ്പ് ചെയ്ത് 85 ദിവസം ജയിലിട്ടു. അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങിയ ജസ്റ്റിസ് ഹേമയുണ്ട്, KB വത്സലകുമാരി IAS ഉണ്ട്, ഉർവശി. ഇവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതൊരു ചെറിയ കേസായിരിക്കും, പക്ഷേ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? ഉൾപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ ആൾക്കാരാണെന്ന് ആലോചിക്കണം. ഇത് പൊട്ടിത്തെറിയെന്നുള്ളത് നമ്മളിപ്പോൾ വയനാട്ടിലുള്ള ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, അതിന് ചില ആൾക്കാരോട് അവർ സൂചനയും നൽകി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ആ സൂചന അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇത് നീട്ടിക്കൊണ്ടുപോയി. 1.5 വർഷം എടുത്തു. ഈ 1.5 വർഷം ഇവർ എടുത്തെങ്കിലും 1.5 വർഷം മറ്റുള്ളവർ ഇതെങ്ങനെ അവസാനിപ്പിക്കണം, വരാതിരിക്കാൻ മാത്രമല്ല, ഈ ആളെ അറിഞ്ഞതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരല്ലേ, അത് വരില്ല, ഈ റിപ്പോർട്ടും വരില്ല, പക്ഷെ പകരം ആരൊക്കെയോ ചേർന്ന് കാശുകളും വാങ്ങി എന്ന് പറയുന്നുണ്ടെന്ന് ആലോചിക്കണം. സാർ, ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. ഇപ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. അതായത് ഇപ്പോൾ ഈ അമ്മയുടെ ഒരു താരനിശ്ചയമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പം കഴിഞ്ഞിട്ടൊരു സമയം കൂടിയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നില്ല. അതിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കണ്ടറിയണം. അതല്ല, ഈ വ്യവസായത്തെ പൂർണ്ണമായും ഇപ്പോൾ ഈ നടന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ അങ്ങോട്ട് ഉടഞ്ഞു വീഴുമ്പോൾ ഇവരുടെ സിനിമകൾ കാണാൻ ഇനി ആളുകൾ എങ്ങനെ പോകും എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ദിലീപിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് ദിലീപിൻ്റെ അവസാനത്തെ 3 സിനിമകൾക്കും OTT പോലും വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ദിലീപിൻ്റെ സിനിമകൾ തുടർച്ചയായി തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നു. അത് ഈ കേസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വൈകാരികമായ വലിയ വിഷയം, സ്ത്രീകൾ ദിലീപിനെ കാണാൻ തിയേറ്ററിൽ പോകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ് സർ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മുടെ ഈ മുഖ്യധാര നടന്മാർ ആരോപണത്തിൽപ്പെടുകയും ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുകയും ചെയ്താൽ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാകുന്നൊരു പശ്ചാത്തലമാണല്ലേ? ഇൻഡസ്ട്രി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമ ആരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ബാനറുകളുണ്ടായിരുന്നു. മഞ്ഞിലാസ്, ഉദയ, മെരിലാൻഡ്, സെഞ്ച്വറി, സെൻട്രൽ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഹരിഹരൻ സിനിമ, ഭരതൻ സിനിമ, ജോഷി സിനിമ, അങ്ങനെ അറിയപ്പെട്ടിരുന്നേ. ഒരിക്കലും ഒരു നടൻ്റെ പേരിൽ ഇവിടെ സിനിമ അറിയപ്പെട്ടിട്ടില്ല എന്നാലോചിക്കണം. നിങ്ങൾ എത്ര വലിയ സൂപ്പർ നടനായാലും റോളുണ്ട്, വരൂ, അഭിനയിക്കൂ, കാശ് മേടിക്കൂ, പോകൂ, ആ രീതിയായിരുന്നില്ലേ ഇവിടെ? എന്ന് ഈ താരങ്ങൾ, നടന്മാർ ഈ സിനിമയിൽ കൈ കടത്തി തുടങ്ങി, അന്ന് സിനിമയുടെ നാശം തുടങ്ങിയെന്ന പക്ഷക്കാരനാണ് ഞാനിത് വെറുതെ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ അവർ അഹങ്കാരം കാണിക്കണം എന്നല്ലേ. ചെറിയൊരു ഭാഗം മാത്രമേ കടിച്ചിട്ടുള്ളൂ, വലുപ്പം കെടുക്കാണത്, അത് പുറത്ത് വരില്ല, അത് വരാൻ പറ്റില്ല എന്നാലോചിക്കണം. അപ്പോൾ ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഏകാധിപത്യം ആദ്യം പൊളിക്കണമെന്നുള്ളതാണ് സിനിമയുടെ. മറ്റൊന്ന്, ഒരു ഏറ്റവും ബോറായിട്ടുള്ള കാരവൻ സംസ്കാരം വന്നിട്ടുണ്ട് ഇവിടെ എന്നാലോചിക്കണം. ഈ കാരവൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കാരവന് ഉള്ളിലാണ് സിനിമയ്ക്കുള്ളിലെ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താങ്കൾക്കോ എനിക്കോ ധൈര്യം ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ കയറി ചെല്ലാൻ പറ്റില്ല. അതിന് ശരിക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ കാരവന് കാവൽ നിൽക്കും കുറച്ച് പേര്. അതോടെ ആരെങ്കിലും അവിടെ അടിക്കാൻ കഴിക്കില്ലല്ലോ. കാവലിന് കാര്യം നിൽക്കുന്നതാ, അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ സംരക്ഷിക്കുന്നത്? ഗവൺമെൻറ് ഇതിൻ്റെ 2ാം ഭാഗം, നമ്മൾ ഇതിൻ്റെ 2ാം ഭാഗം പുറത്തു വിട്ടിട്ടില്ല. ഈ 2ാം ഭാഗത്തിലാണ് ഈ മാന്യ മഹാന്മാരുടെ പേരുകളുള്ളതെന്ന് ആലോചിക്കണം. ഈ നിധി പേടകം എന്നൊക്കെ പറയില്ലേ, ആ നിധി പേടകത്തിലാണ് ഈ വമ്പന്മാരുടെ പേരുകളുള്ളത്. ഈ പേരുകൾ പുറത്തു വിട്ടാൽ സിനിമയ്ക്ക് മാത്രമല്ല കോട്ടം, സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർക്കും ദോഷമുണ്ടെന്ന് ആലോചിക്കണം. പണ്ട് കാലം മുതലേ ഈ സിനിമയിൽ ഇതൊക്കെ പതിവാണെന്ന് പറഞ്ഞാൽ ഈ നമ്മളീ പറഞ്ഞ നമ്മളെ ഈ വലിയ വിഗ്രഹങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നടന്മാരും ഒക്കെ ഇതിന്റെ പുറകെ ആയിരുന്നു. പതിവെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ,
ഇതിൽ ഞാൻ ഒരാൾ അങ്ങോട്ട് ചെന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിനിമയിൽ ഈ പെൺകുട്ടിയുടെ കൂടെ വരുന്ന ആരാ? അച്ഛനാണോ അമ്മയാണോ? സ്ത്രീയാണോ പുരുഷനാണോ കൂടെ വരുന്നത്? സ്ത്രീയായിരിക്കും. അവരാണ് മുൻകൈ എടുക്കുന്ന ആലോചിക്കണം. എൻ്റെ അനുഭവത്തിൽ കാഴ്ചപ്പാടിൽ ഇവരാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. കൊടുക്കുന്നതിനാ പ്രലോഭനം കൊണ്ട്. അത് ശരിയാണത്. ഈ കുട്ടി നായികയായി വരുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു, സിനിമ ധാരാളം കിട്ടുന്നു, ബഹുഭാഷയിൽ പോകുന്നു, മറ്റു നടിമാരുടെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ മദ്രാസിലുള്ളപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഈ കൊല്ലത്തു നിന്നൊരു അമ്മയും വരുന്നു. അന്ന് ഭാഗ്യരാജിൻ്റെ ധാവണി കനവുകൾ ഷൂട്ടിങ് നടക്കുന്നൊരു സമയമാണ്. അതിലാണ് അഭിനയിക്കാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു, നാട്ടിൽ നിന്ന് അറിഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ ഈ സിനിമയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ സാറേ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ സാറേ പ്രശ്നമുള്ളത്? ഇത് അഴുക്ക് പിടിച്ചിരിക്കണമെന്നല്ല, ഇതൊന്ന് കുളിച്ചാൽ പോകുന്നതല്ലേ. ഞാൻ ഞെട്ടി ഒന്നും മിണ്ടില്ല. കാരണം കാശ് കിട്ടും, പേര് കിട്ടും. രക്ഷപ്പെട്ടോ? എവിടെ രക്ഷപ്പെട്ടു? അതിൽ അഭിനയിച്ചു വെച്ചാൽ ചെറിയൊരു സീനിൽ മാത്രം മറിഞ്ഞു പോയി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഒരാളുടെ മാത്രമല്ല, ഇങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയിക്കണം, എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കണം. മറ്റൊന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരാൾക്ക് അഭിനയിച്ചാൽ കുറച്ച് പടത്തിൽ, ഏത് 2-3 പടത്തിൽ അഭിനയിച്ചാൽ എത്ര കിട്ടും നമുക്കറിയാം. പക്ഷേ ഇവരൊക്കെ മണിമാളി വയ്ക്കുന്നില്ലേ, കാറുകൾ വയ്ക്കുന്നില്ലേ? നമ്മൾ ആ അന്വേഷണം ആ രീതിയിലേക്കും പോകണ്ടേ? ഇവരുണ്ടാക്കുന്ന സാമ്പത്തികം എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം. ഇല്ല. നിങ്ങൾ എവിടെയാണെങ്കിൽ പൊക്കോ. ഞാനൊരു തവണ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ആരെ കാത്താ നിൽക്കുന്നത്? അല്ല സാർ ഒരാൾ വരാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു തകട ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറ ചോദിച്ചു. അല്ല സാറേ, ഒരു ആർട്ടിസ്റ്റ് വരാനുണ്ട്. ആർട്ടിസ്റ്റ് ഇപ്പം വരും, നല്ല ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പം ഇല്ല അവർ. എന്താ അവർ ആ ഷൂട്ടിങ്? അപ്പോൾ അവർക്ക് ഷൂട്ടിങ് അവർ സിനിമ ഉണ്ടെന്നറിയാം. ഏത് ഷൂട്ടിങ് തുടങ്ങിയാലും നമ്മളറിയും എന്നുള്ള. അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് ഒന്നും ഇല്ല. അല്ല സാറേ, അത് വേറെ. അപ്പോൾ ഞാൻ പറയടോ, കാര്യം പറയടോ, ഞാൻ പുറത്തൊന്നും പറയില്ല. അപ്പോൾ അയാളുടെ ഒരു ഡയറി ഉണ്ട്. ഈ ഡയറിയിൽ കുറേ ആർട്ടിസ്റ്റിൻ്റെ നമ്പറുകളാണെന്ന് ആലോചിക്കണം. ഇതെന്താടോ? അത് സാറേ, ഇത് വേറൊരു ലോകമാണത്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റാണ് വേണ്ടത്. ആ ആർട്ടിസ്റ്റ് എമൗണ്ട് പറഞ്ഞ് ഫിക്സ് ചെയ്തു. അവരവിടുന്ന് ഷൂട്ടിംഗ് പറഞ്ഞ് ഇവിടെ വരുന്നു, ഇവിടെ താമസിച്ചു, അവരടുത്ത പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ എത്ര ദിവസമാണെന്ന് വെച്ചാൽ അത്രയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു ഞെട്ടിലുണ്ടായൊരു കാര്യമാണത്. ഒന്നാമത്, ആ ആർട്ടിസ്റ്റിനെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. രണ്ടാമത്, ഈ ബിസിനസ് ചെയ്യാൻ ഒരാളുണ്ട് ഇവിടെ, അത് മൂന്നാമതൊരാൾ അറിയില്ല. ഇപ്പം ഞാനാണ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് പൈസ കൊടുക്കിച്ചാൽ ഞാനും അവരും ഇയാൾ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയും കമ്മീഷൻ ഉണ്ടാവും. പിന്നെ കമ്മീഷൻ, അങ്ങനെയും ബിസിനസ്സുകളൊക്കെ ഉണ്ട്. സിനിമയിൽ ഈ നടന്മാർ അങ്ങോട്ട് ചെന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നടന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന കുറേ പേര് അങ്ങനെയാണ്. പിന്നെന്താ അറിയുക, പിന്നെ ഇതിനൊന്നും വലിയ വാല്യൂ കൽപ്പിക്കാത്ത ആൾക്കാരുണ്ട് ശരിക്കും. ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ മുകേഷിൻ്റെ കഥാപാത്രം എടുക്കുക, സരിതയിൽ എടുക്കുക, ഈ 2 പേര്. അപ്പോൾ ചന്ദ്രകുമാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് പാലക്കാടാണ്, ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ, അപ്പോൾ ഒരു അറ്റത്ത് സരിതയുടെ മുറി, വേറെ അറ്റത്ത് മുകേഷിൻ്റെ മുറി. അന്ന് അവർ പ്രണയം തുടങ്ങി വെച്ചൊരു സമയമെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്രകുമാർ എന്നോട് ചോദിച്ചു, നീ പോകാൻ പറ്റുക അവിടെ നിൽക്ക്. എന്ത്? അപ്പോൾ ഇവരോട് നിന്ന് സെൻട്രലിൽ നിന്ന് ചീട്ട് കളിക്കുക. എന്ത് സംഭവം? അല്ല നിൽക്ക് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ആ മുകേഷിൻ്റെ മുറിയുടെ ഭാഗത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ മുകേഷിൻ്റെ ഡോർ തുറന്ന് തലയിങ്ങനെ എത്തിച്ചുകൊണ്ട് മുകേഷ് എന്നെ കണ്ടപ്പോൾ തല പിന്നിലിട്ടു. നിന്നെ കണ്ടാവും പോവില്ല, അവിടെ ഇരിക്കും, കുറച്ച് തമാശയാണെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലായി. അതായത് മുകേഷിന് സരിതയുടെ മുറിയിലേക്ക് പോകണം. ഇതാണ് സംഭവം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുകേഷ് ഒരു കാര്യം മനസ്സിലായി, നേരം വെളുത്താലും നിങ്ങൾ പോയില്ല, എനിക്കറിയാം, എന്തായാലും നിങ്ങൾ എഴുതും. പോയി. ഇത് തമാശയാണ്, കല്യാണം പ്രണയമാണ്, കല്യാണം പിന്നെ കഴിഞ്ഞോള കാര്യം. പക്ഷേ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ ഊട്ടിയിൽ വളരെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനം ഇല്ല, മരിച്ചുകൊണ്ട് ഞാനുള്ള പേരും പറയുന്നില്ല, വളരെ പ്രശസ്തനായ സംവിധാനം, ഹിറ്റ് സംവിധായകനാണ് ഒക്കെയാണത്. അപ്പോൾ നമ്മുടെ മദ്രാസിൽ നിന്ന് ഒരു നടി, മലയാളിയാണ്, അഭിനയിക്കാൻ അവിടെ ചെല്ലുന്നു. എന്നാൽ ചെന്നു അവർക്കൊന്ന് കുളിക്കാനോ പല്ല് തേക്കാനോ പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ സമയം കൊടുക്കുക. ഇതൊന്നുമില്ലാതെ ഇയാൾ ധൃതി വിട്ട് കാര്യങ്ങളൊക്കെയാണ്. പ്രശ്നമായി. അന്ന് ആ നടി ഇവിടുത്തെ പ്രശസ്ത സംവിധാനമായിട്ട് പ്രണയത്തിലായിരുന്നു ആയിരിക്കണം. അപ്പം ഞങ്ങൾ
അന്ന് വെച്ചാൽ ബോൾഗാട്ടി പാലസിൽ ഞാനുണ്ട്, പ്രിയനുണ്ട്, മമ്മൂട്ടിയുണ്ട്, മേനകയുണ്ട്, സുരേഷുണ്ട്, ശങ്കറുണ്ട്, ഫനീഷ് എല്ലാവരും ഉണ്ട്. അവിടേക്കാണ് ഫോൺ വന്നിരിക്കുന്നത്. ഫോൺ വന്നിരിക്കുക എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് ഈ സംവിധാനം തല്ലാൻ പോകാൻ തയ്യാറായി. ഞാനടക്കമുള്ളൊരു തല്ലാൻ പോകാറായി. അത് ആ സ്പിരിറ്റാണെന്ന് ആലോചിക്കണത്. അപ്പോൾ ഞാൻ ആ സംവിധാനം വിളിച്ചു പറഞ്ഞു, തനിക്ക് നാണാവില്ലടോ, താൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണത്, അത് അനുവാദത്തോടെയല്ലേ, ഇതിങ്ങനെ അവർക്ക് കുളിക്കാൻ സമയം ഒന്ന് ഫ്രഷ് ആവട്ടോടോ എന്ന് പറഞ്ഞു. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സംഭവം നാറോ, ഒരു ടീം അവിടെ അടി കൊണ്ട് താൻ നട്ടം തിരിയപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പ്രശ്നമായി. പിന്നെ കുറേ കാലത്തേക്ക് ഈ ടീമൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയും നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു നടി വന്നിട്ട് രണ്ടാമത്തൊരു പടത്തിൽ ആ നടൻ്റെ രണ്ടാമത്തൊരു പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം അവൾ ഇതിനൊന്നും വിധേയമായിട്ടില്ല എന്നുള്ളത്. അത് ഉറപ്പ്. എല്ലാ നടനും ഞാൻ ഒരു നടനെയും വെക്കില്ല. കാരണം എന്താ പറയുക, ഒരു നടനും ഇവിടെ പരിശുദ്ധനായിട്ടില്ല എന്ന് അതെനിക്ക് പറയാൻ കഴിയുന്നുള്ളതാണത്. പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ പോയി ബലാത്സംഗം ചെയ്തിട്ടൊന്നുമല്ല. അവർ ചോദിച്ചില്ലെങ്കിലും അവരെടുത്ത് വരും. കാരണം പടം കിട്ടണം. അവർ തുടർച്ചയായി ഒരു നടനൊപ്പം പടം ചെയ്താൽ നമുക്കത് ഉറപ്പിച്ച ധൈര്യം, ഒരു സംശയമില്ല. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആലോചിക്കണം. കല്യാണം കഴിച്ചിട്ടില്ല. അതേ നടി കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താൻ നോക്കിയെന്നാലോചിക്കണം. അതേ നടി കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ പോയി എന്നാലോചിക്കണം. കമലഹാസനെ എപ്പോഴും ചുംബന രംഗം കമലഹാസന് മസ്റ്റാണെന്ന് ആലോചിക്കണം. നടി സമ്മതിച്ചില്ല എന്നാലോചിക്കണം. ആ ദേഷ്യത്തിന് അടി കൊടുക്കുന്ന സീൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അഭിനയിച്ചില്ല അവരെന്നാലോചിക്കണം. ഇങ്ങനെയും കുറേ ക്യാരക്ടറുള്ള നടികൾ നമുക്കുണ്ട്. അതായത് ഞാൻ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ശരീരം വെക്കാൻ വന്നിട്ടുള്ള അല്ല. താങ്കൾ പറഞ്ഞ ഈ നടിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആളുകളുണ്ടെന്നോ? നല്ല ആളുകളുണ്ട് ഇങ്ങനെ സമ്മതിക്കുന്ന ആളുകൾ. പക്ഷേ നടന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ നല്ലതെന്ന് പറഞ്ഞാലേ, ഒന്നാമത് സെക്സ് ഒരു മോശമുള്ള കാര്യമല്ല. ആണോ? സെക്സ് മോശം എന്ന് പറയില്ല. നമ്മൾ സെക്സിൻ്റെ വൈകൃതങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ എനിക്ക് അറിയാം, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സംവിധായകനുണ്ട്. അയാളുടെ ഒരു സുഹൃത്ത്, അവർക്ക് നല്ല വലിയ ഫാമിലിയാണെന്ന്. അപ്പോൾ അതിലത്തെ ഒരു സഹോദരിക്ക് ഒറ്റ പടത്തിൽ അഭിനയിക്കണം, അത്ര ആഗ്രഹമുള്ളവർക്ക്. അത് കഴിഞ്ഞ് അവർക്ക് അമേരിക്ക പോകണം. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാവുന്ന ഒരു സംവിധായകൻ, ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ, ഇവരൊക്കെയുള്ളതാണ്, പരിചയമുണ്ട്. അവർ മദ്രാസിലിരുന്നു, കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവർ വിചാരിച്ചത് അവസാനം നിർബന്ധിച്ച് ഒരാൾ സഹകരിക്കണം എന്നുള്ളതില്ല. അവർ സഹകരിക്കാൻ നിവൃത്തിയില്ലാണ്ട് അവരത് ഇതുപോലെ പെട്ടുപോയി എന്നുള്ളതിലാണത്. ഒന്നല്ല, പലരും ആലോചിക്കണം. അവരിതാണ് സിനിമ. കാരണം പിച്ച് ചെയ്തെന്നൊക്കെ പറയും നമ്മളത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവർ വീണ്ടും അമേരിക്കയിൽ പോയി എന്നാണ് ഞാൻ കേട്ടതെന്ന് ആലോചിക്കണം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഈ പ്രമുഖ നടൻ, ഈ നമ്മളിപ്പം സദ്ദീഖിനെതിരെ ആരോപണം വന്നു, മുകേഷിനെതിരെ ആരോപണം വരുന്നു, ജയസൂര്യക്കെതിരെ ആരോപണം വന്നു, അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ആരോപണം വരുന്നു. പക്ഷേ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ ഒന്നും സംസാരിക്കാൻ പലരും, അവരൊക്കെ ആരോപണ നിഴലിലുണ്ട് എങ്കിലും സംസാരിക്കാൻ പലരും തയ്യാറാകുന്നില്ല. അങ്ങനെയാണ്. അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ചക്ക വെട്ടി വെച്ചാൽ ഈച്ചയെ നമ്മൾ ക്ഷണിക്കണോ? വേണ്ട. അത് വന്നുകൊണ്ട് അത് അങ്ങനെ തന്നെയാണത്. വേറൊരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഉദാഹരണം, ഇവിടെ നമ്മുടെ ഒരു നല്ല ഹിറ്റുകൾ സിനിമ ചെയ്ത ഒരു സംവിധായകനുണ്ട്. അത് തിരുവനന്തപുരംകാരാണത്. അയാളുടെ മുറിയിലേക്ക് ഒരു നായിക ചെല്ലുന്നു. ഇയാൾ ഷൂട്ടിങ് കഴിഞ്ഞു ടയേർഡായിട്ട് വന്നിരിക്കുന്നു. അയാൾ മോശക്കാരൊന്നുമല്ല, വന്നിരിക്കുന്നു. പക്ഷേ അന്ന് അയാൾക്ക് എന്തുകൊണ്ടോ, ആ സ്ത്രീ വന്നുള്ളൂ, അന്നൊരു താല്പര്യം തോന്നിയില്ല. പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു വിടുന്നു. ഈ നടി പറഞ്ഞുണ്ടാക്കിയതെന്താ അറിയുക? അയാൾക്ക് ഇതിനൊന്നും കഴിവില്ല, ആ രീതിയിൽ പറഞ്ഞു. ഇതറിഞ്ഞ് ഇയാളോട് ചോദിച്ചു. ശരി, അയാളത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു ഡിസ്കഷൻ എന്ന് പറഞ്ഞ് നടിയെ വിളിച്ചു. പറഞ്ഞു ലോക്ക് ചെയ്തു. എന്നിട്ട് സാർ ലോക്ക് ചെയ്ത്? അല്ല, നീ പറഞ്ഞു എനിക്ക് ഈ ആണിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല, ഒന്ന് പറഞ്ഞു പോയി. അപ്പോൾ അത് തെളിയിക്കണ്ടേ? എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണതേ. ഇതെങ്ങനെയെങ്കിലും ഏതെങ്കിലും പെണ്ണ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടില്ല. കാര്യങ്ങളെല്ലാം നടത്തി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇങ്ങനെയും സംഭവം ഉണ്ടായിട്ടൊന്ന് ആലോചിക്കണം. പിന്നെ ഇതിൻ്റെ ലൈംഗിക വൈകൃതങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ മലയാള സിനിമയിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാനൊരു അമ്മ നടി ഉണ്ടായിരുന്നു ആലോചിക്കണം. ഇവിടെ അവർ മരിച്ചുപോയി. കാണുമ്പോൾ നമ്മളിങ്ങനെ തൊഴുതു പോകും. പക്ഷെ അവർ ഭൂരിഭാഗം നടന്മാരുടെയും
പിമ്പായിരുന്നു ആലോചിക്കണം. അതിനെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ നടൻ മുമ്പ് അയാൾ ക്ഷീണിച്ച് ഇപ്പോൾ ഇല്ല, അയാൾ മരിച്ച് 2 വർഷം മുമ്പ് മരിച്ചുള്ള ആളാണ്. ലൊക്കേഷൻ ചെന്ന് എനിക്കിന്ന് പൊടിയിരിക്കഞ്ഞ് മതി കേട്ടോ. ഓ, ആരോടാ പറയുന്നത്? പ്രൊഡക്ഷൻ. പക്ഷെ ആൾ വിശ്വസിച്ച് പോയി. അവിടെ നിന്ന് പൊടിക്കഴിഞ്ഞില്ല. കാരണം ബിരിയാണി, മറ്റേ ചിക്കൻ, മറ്റേ പയർ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു മലയുടെ മുകളിലാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. ഒരു പൊടിയരിക്കഞ്ഞി ഉണ്ടെങ്കിൽ ടൗണിൽ പോകണം, പൊടിയരി വാങ്ങി അരി വയ്ക്കണം. അങ്ങനെ ഒരു പാടുപെട്ട് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുകൊടുത്തപ്പോൾ എടുത്ത് വലിച്ചു എറിഞ്ഞ് മൂട്ടിക്ക്. ഇതാണല്ലോ പൊടിയരിക്കഞ്ഞി. സാറ് എടാ, പൊടിയരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മനസ്സിലായല്ലോ, അതാണ് പൊടിയരിക്കഞ്ഞി. അത് 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞൊക്കെ നെടിയരിക്കഞ്ഞി. ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക, നീ ഇപ്പോൾ ഒരു പൊടിയരിക്കഞ്ഞി കൊണ്ടുവന്നതാണ്. പക്ഷേ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കുറച്ചൊരു ജെൻറ്റിൽമാനായിരുന്നു. തനിക്ക് ഈ ജാതി പൊടിയരിക്കഞ്ഞി കൊണ്ടല്ല എൻ്റെ ജോലി പോയി അങ്ങനെ തിരിച്ചു പോയ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ചില വളരെ തുച്ഛമായ, പക്ഷെ അവർക്ക് അവർക്ക് അവിടെ പടത്തിൽ കിട്ടില്ല. അവർ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ പടവും കിട്ടില്ല എന്നാലോചിക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിനിമയിൽ മാത്രമല്ലോ സാർ, പുറത്തും എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയത്തിൽ ഈ സിനിമാ നടന്മാർക്ക് ഈ പുറത്ത് പല ബന്ധങ്ങളും റിലേഷൻസും പിന്നെ നമ്മളാക്കാം. ചില നടന്മാരുണ്ടല്ല, ചില നമ്മൾ ഇവിടെ ഇല്ല, ഇവിടെ അവർ ചെയ്യില്ല. അത് അവരെന്ന് വെച്ചാൽ ഒന്നുകിൽ സ്റ്റേറ്റ് വിട്ടുപോകും. സ്റ്റേറ്റ് മാത്രമല്ല, സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിലുള്ള അല്ലാത്ത നടികൾ വരുന്നത് അവരൊക്കെ ആകുമ്പോൾ ആരും അറിയില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമാന്മാരായുള്ള ആൾക്കാർ ചെയ്യണമെന്ന് അറിയാം. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരാൾക്കും അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇന്ന സ്ഥലത്താണ്, അവിടെ വരുന്നു, അവിടെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും നടന്നു, പ്രത്യേകം പറയുന്നു. ലൊക്കേഷനിൽ നമ്മൾ സംസാരിക്കില്ല, ഒന്നുമില്ല, മാന്യന്മാരായിരിക്കും. അങ്ങനെ എത്ര പേരുണ്ട്? എന്താ പറയുക, ഇത് വേണ്ട, അവരാ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. പെട്ടെന്ന് പറക്കുമല്ലോ അല്ലേ, ഗോസിപ്പുകളൊക്കെ പെട്ടെന്ന് പറക്കുമല്ലോ. അപ്പം അതിനെയൊക്കെ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു നല്ല നടനാണ്. അയാൾ സ്വഭാവദൂഷ്യമുള്ള ആളല്ല. പക്ഷെ അയാളുടെ കൂടെ പല നടികളും അഭിനയിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിലായി നായകനായി വളർന്നു. നായകനായി വളർന്നപ്പോൾ നമ്മുടെ ഒരു നായിക നടിയുണ്ട്. അത് സംസ്ഥാനത്ത് പല പ്രാവശ്യം അവാർഡ് നേടിയ നടിയാണത്. സൂപ്പർ നടി. ഒരിക്കലും ഇയാളുടെ കൂടെ അഭിനയിക്കാത്ത, നായകനായിട്ട് അഭിനയിക്കാത്ത നടി ഇയാൾ നായകനായപ്പോൾ നായകനെ സമ്മതിച്ചു. ഈ നടനാണെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ്. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയും കേട്ടോ. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു ഇവിടെ വീട്ടിൽ വിശ്രമിക്കാൻ നേരത്തൊരു ഫോൺ വരുന്നത് ഈ നടിയുടെ. അവർ ആലപ്പുഴ അന്ന് അവരുടെ പ്രിൻസ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ശരിക്കും എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് പോകണമെന്ന് പറയാനുള്ളത്. ഇയാൾ ഇന്ന് വരാണ്ട് പറ്റില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞവർ. അപ്പോൾ ഇവരെന്താ പറയുക, കൊടുക്കൽ വാങ്ങലുകൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. ഇയാൾ രാത്രി പോയി എന്നിട്ട് അപ്പോൾ ഈ പെട്ടെന്ന് പരക്കേണ്ട കാര്യം പറഞ്ഞേ. അപ്പോൾ ഡ്രൈവറുടെ ബാക്കിൽ ഇവർ കർട്ടനിട്ട് മറിച്ചിട്ട് ഇവർ തമാശകളെല്ലാം അവരുടെ തമാശകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണത്. കാറിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞു 2 പേരും ടിപ്പ് കൊടുത്തു ഇവർക്ക്. നീ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർ റൂമിൽ ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ പാട്ടായി കഴിഞ്ഞാലേക്കും ഇതും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും സിനിമയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. ഇതൊരു സാധാരണ സംഭവമായിട്ടാണത്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് ശേഷമുള്ള ഈ ആരോപണങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നു. വലിയ ചർച്ചകളാണ്. ആ റിപ്പോർട്ട് നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് എന്താ ഈ സംഭവം. ഈ റിപ്പോർട്ട് ശരിയായി സത്യമുള്ള സാധനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു പോർഷനെ കണ്ടിട്ടുള്ളൂ എൻ്റെ, അല്ലേ? അവർ വിട്ട സാധനത്തിൻ്റെ ഒരു പോർഷനെ കണ്ടിട്ടുള്ളൂ. അവർ 10-15 പേജ് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളിതിനാ പേജ് മാറ്റി വെച്ചേ? ആ പേജിലുള്ള എന്താണ് ഞങ്ങളോട് പറയണ്ട. നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കൂ. നിങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ചോദിക്കൂ അത് ശരിയാണെന്നുള്ളത്. നിയമം പ്രകാരം നിങ്ങൾ നടപടി എടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ നടപടി എടുക്കേണ്ടതല്ലേ? ഇത് ഇത് വെക്കുമ്പോൾ പോലുമാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്നത്. ഇപ്പോൾ കോടതി വരെ കയറിയില്ലേ? ഇത് കോടതിയിലെത്തേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. ഇതൊന്നും സാറിൻ്റെ ഒരു അനുമാനത്തിൽ എന്താണ് ഈ റിപ്പോർട്ടിൽ സംഭവിക്കുക? ഇനി ഈ സിനിമ ഒരു ചുക്കും സംഭവിക്കില്ല. ഇത് സാധാരണക്കാരൻ ഇടത്തരക്കാരനാണെങ്കിൽ സംഭവിച്ചേനെ. അപ്പോൾ ചോദിക്കുന്നത് ദിലീപിന് സംഭവിച്ചില്ലേ? ദിലീപ് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ലേക്കണം. ദിലീപിൻ്റെ ഒപ്പം നിന്ന ആൾക്കാർ ദിലീപ് മാത്രമേ VIP ഉള്ളൂ, വേറെ ആരും VIP ഇല്ല. ഇത് തുടക്കുമ്പോൾ എല്ലാം VIPs മാത്രമെന്ന് ആലോചിക്കണം. അതായത് സിനിമയുടെ റവന്യൂ വരുത്തേണ്ട ആൾക്കാരെന്ന് ആലോചിക്കണവർ. അപ്പോൾ മാത്രമല്ല പേരും പെരുമയുള്ള ആൾക്കാർ. അത് തകർക്കാൻ പറ്റുമോ?
അതൊക്കെ പറ്റില്ല എന്നാലോചിക്കണം. അതാണ് ഏതായാലും മാധ്യമപ്രവർത്തനങ്ങൾ ഇത്രയധികം അനുഭവ പരിചയമുള്ള സാറാണത് പറയുന്നത് കൃത്യമായി. അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേ നാൾ ചർച്ച ചെയ്യും, കുറേ വിവാദങ്ങളുണ്ടാകും, കുറേ കേസുകളുണ്ടാകും, അതിനപ്പുറത്ത് സിനിമാ മേഖലയ്ക്ക് ഒന്നും സംഭവിക്കാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും. നന്ദി സാർ. ഓക്കെ, താങ്ക് യു.